والصلاة والسلام على من لا نبي بعده. സുനൻ തിർമിദിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ عن زيد بن خالد الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم من فطر صائما كان له مثل أجره غير أنه لا ينقص من أجر الصائم شيئا. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണവും അതുപോലെയുള്ള പാനീയങ്ങളുമെല്ലാം നൽകി അവന് നോമ്പ് തുറക്കാനുള്ള അവസരം ഒരുക്കി കഴിഞ്ഞാൽ കാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പുകാരന് എന്ത് പ്രതിഫലമാണോ ഉള്ളത് അതുപോലെ തന്നെ പ്രതിഫലം ആ നോമ്പ് തുറപ്പിക്കുന്നതിനുണ്ടായിരിക്കും. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്സായിമി ഷൈഅ, എന്നാൽ ആ നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ ഒരു കുറവും വരികയില്ലതാനും. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അത് ഏത് സമയത്താണെങ്കിലും ആ പ്രതിഫലം ഉണ്ടാകും. റമദാനിൽ പ്രത്യേകിച്ച് പ്രതിഫലമുള്ള കാര്യമാണ്. സലഫുകളിൽ ചിലർ റമദാനായി കഴിഞ്ഞാൽ അവർ പറയാറുണ്ട്, ഇന്നമാ ഹിയ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം, റമദാൻ എന്നാൽ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലുമാണ്, അഥവാ അവർക്ക് നോമ്പ് തുറക്കാനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണം നൽകലാണ്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? സലഫുകളിൽ അധിക പേരും കച്ചവടവും അതുപോലെ തന്നെ കൃഷിയും കന്നുകാലികളെ മേക്കലും അങ്ങനെയുള്ള ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ റമദാനിന്റെ സമയത്ത് അവർ അവരുടെ ജോലി കുറച്ച് ആ സമയം കൂടി ഇബാദത്തിൽ മുഴുകുമായിരുന്നു. അപ്പൊ അതിന്റെ അനുസരിച്ച് അവർ വരുമാനത്തിൽ കുറവുണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ആ മാസത്തിൽ വരുമാനത്തിൽ കുറവുണ്ടാകുമ്പോൾ അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള, സമ്പത്തിൽ വിശാലത നൽകിയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വീടുകളിലും അതുപോലെ ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുകയും അതുപോലെ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് റമദാനിൽ പൊതുവെ ഇസ്ലാമിന്റെ ഖൈറുൽ ഇസ്ലാം, ഇസ്ലാമിൽ ഖൈറായിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. റമദാനിൽ പ്രത്യേകിച്ചും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതിൽ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ആ നോമ്പുകാരന്റെ പോലെ തന്നെ എത്ര ആൾക്കാരെയാണ് നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല സമ്പത്തിൽ വിശാലത നൽകിയിട്ടുള്ള ആളുകൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകാനും അതുപോലെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനും എല്ലാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.